അരിയും പയറുമൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോഴേക്കും ദാ ഇതുപോലെ പുഴുക്കളും ഉച്ചും വന്നു തുടങ്ങാറില്ലേ? ഇതിപ്പോൾ വരാതിരിക്കാൻ നമുക്കൊരു ചെറിയ വിധി ചെയ്യാം. ഞാൻ ഇവിടെ ഗുജറാത്തിൽ കണ്ട ഒരു രീതിയാണ്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരു വർഷത്തേക്ക് നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഗുജറാത്തിലെ വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. എന്താണെന്നല്ലേ? ഇതാണ് നമ്മുടെ ഐറ്റം ആവണക്കെണ്ണ. ഇവിടെ ഇതിന് ഗുജറാത്തികൾ ദിവാൽ എന്നാണ് പറയുന്നത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഓരോ അരിമണിയിലും ആ എണ്ണമയം ഒന്ന് എത്തണം കേട്ടോ. ഇത് അരിയിൽ മാത്രമല്ല കേട്ടോ. ഈ പരിപ്പിലും പയറിലുമൊക്കെ ഇതുപോലെ ചെയ്തു വെച്ചാൽ ഒരൊറ്റ ഉച്ചോ പുഴുക്കളോ ഇതിൻ്റെ അടുത്തേക്ക് വരില്ല. ഇവിടെ ഗുജറാത്തികൾ ഒരു വർഷത്തേക്കുള്ള ഗോതമ്പും അരിയും പരിപ്പും എല്ലാം നിറച്ചു വയ്ക്കും. അതിൽ ആവണക്കെണ്ണ തേച്ച് വയ്ക്കും. ഞാൻ ഇവിടെ ആവണക്കെണ്ണ തേച്ച് വയ്ക്കാറുണ്ട്. ഒരു ഉച്ചും പുഴുക്കളും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇതിൽ എണ്ണമയം ഇരുന്നാൽ അരി വേവുമ്പോൾ ശരിയാവില്ലല്ലോ എന്നാരും പേടിക്കണ്ട. ആ എണ്ണമയമൊക്കെ പാടെ അങ്ങ് പോയിക്കോളും. ഇനിയിപ്പോൾ ഇത് ചോറ് വയ്ക്കാൻ നേരത്തെ എങ്ങനെയാണ് എടുക്കുക എന്ന് വിചാരിക്കണ്ട. നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് അരി ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി നോക്കാം. ആ അരിയിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കണം. കണ്ടോ, സാധാരണ അരി കഴുകുന്ന പോലെ 1-2 വട്ടം ഇങ്ങനെ കഴുകിയാൽ മതി. ഇതിൻ്റെ എണ്ണമയമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിക്കോളും. ചോറ് വയ്ക്കുമ്പോൾ പഴയതുപോലെ തന്നെ നല്ല രുചിയിൽ കിട്ടും. ഇതിന് ആവണക്കെണ്ണയുടെ ഒരു മണമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ അരി എണ്ണമയം പോലില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന അരിയും പയറും ഒക്കെ ഇനി ധൈര്യമായിട്ട് സൂക്ഷിക്കാം. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.